നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എല്ലാ വിഷയങ്ങളും കൂലങ്കുഷമായി പഠിക്കുന്നവരാണ് CPM നേതൃത്വത്തിലുള്ളവർ. EMSൻ്റെയും AKGയുടെയും കാലം മുതൽ പിണറായി വിജയൻ്റെയും ഗോവിന്ദ മാഷിൻ്റെയും കാലം വരെയുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച് വിശകലനം ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു രീതിയാണ്. ഇപ്പോൾ ഇതാ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് പഠിക്കാനും ഒരു നീക്കം നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ CPM തന്നെ ഒരു കമ്മിറ്റി തല അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എത്ര കണ്ട് ദുർബലമായിരിക്കും, എവിടെയൊക്കെ ദുർബലമായിരിക്കും, ഏതെല്ലാം ജില്ലകളിൽ ദുർബലമായിരിക്കും, ഏതെല്ലാം ജില്ലകളിൽ കോൺഗ്രസ്സിന് സാധ്യതകളുണ്ട്, സംഘടനാ സംവിധാനം ശക്തമാണ്, അവിടെ സംഘടനാ സംവിധാനം ശക്തമാകാൻ എന്താണ് കാരണം, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ CPM ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ കമ്മിറ്റിക്ക് പല ഇടങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്താനുള്ള അനുമതിയുമുണ്ട്. അത്തരത്തിൽ 14 ജില്ലകളിലും കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ പഠിക്കാനായി ഈ വിദഗ്ധ സമിതി സമയം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ കോൺഗ്രസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് CPM നേതൃത്വത്തിന് സമർപ്പിക്കും. അങ്ങനെ ഇതാദ്യമായി കോൺഗ്രസിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ CPM ഒരു സംവിധാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ BJPയെ കുറിച്ച് പഠിക്കാനും ഇത്തരത്തിലുള്ള സംവിധാനം CPM ഏർപ്പെടുത്തിയിരുന്നു. BJPയുടെ കേരളത്തിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും തീരുമാനങ്ങളിലെത്താനും ഒരു രഹസ്യ കമ്മിറ്റിയെ തന്നെ CPM സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്നു. അവർ അതിനനുസരിച്ച് റിപ്പോർട്ട് നൽകുകയും അതനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ BJPക്കെതിരെ CPM നടത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലെ അപര്യാപ്തതകൾ, ദൗർബല്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കാനും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലെ കരുത്ത് എവിടെയാണെന്ന് പഠിക്കാനും ഏതൊക്കെ തരത്തിലുള്ള നേതാക്കന്മാരെ ഇറക്കിയാലാണ് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുക, ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ഒക്കെയാണ് ഈ വിദഗ്ധ സമിതിയെ CPM രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ വളരെ വിശദമായി പഠിക്കുക, എവിടെയൊക്കെയാണ് ആ സംഘടനാ ദൗർബല്യങ്ങൾ കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളായിരിക്കും CPM നേതൃത്വം നിർദ്ദേശിക്കുന്ന ആളുകൾ പഠിക്കുക. അവർ പഠിച്ച് ആ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് കൃത്യമായ അല്ലെങ്കിൽ ആ ജില്ലകളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് CPM നേതൃത്വത്തിന് നൽകും. ആ റിപ്പോർട്ട് വച്ചായിരിക്കും വിവിധ ജില്ലകളിൽ ആരെയൊക്കെ UDFനും കോൺഗ്രസിനുമെതിരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തണം എന്നൊക്കെയുള്ള കാര്യത്തിൽ CPM തീരുമാനമെടുക്കും. അക്കാര്യത്തിൽ ജാതി, മതം, അത്തരത്തിലുള്ള എല്ലാ പരിഗണനകളിലും ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ജാതി മതപരമായ ബാലൻസിങ്ങിനെ കുറിച്ചെല്ലാം വിശദമായ ചർച്ചകൾ നടത്തും. ചില നേതാക്കന്മാർക്ക് ചില പ്രത്യേക സമുദായത്തിൽ സ്വാധീനമുണ്ട്, അതെങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുക, ഇതെല്ലാം ഈ പഠന മാർഗത്തിൽപ്പെടും അല്ലെങ്കിൽ ഗൈഡ് ലൈനിൽ പെടും. അതുകൊണ്ട് ഏതായാലും വളരെ സീരിയസ് ആയിട്ടാണ് CPM ഇത്തവണ കോൺഗ്രസിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൃത്യമായി മുതലെടുക്കുക എന്നുള്ളതാണ് CPMൻ്റെ ഉദ്ദേശം. കാരണം CPMൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്, അത് ശക്തിയായി തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യത്തിൽ നിന്ന് മുതലെടുത്ത് ഭരണം ഊട്ടിയുറപ്പിക്കാനുള്ള കാര്യങ്ങളുമായി CPM മുന്നോട്ട് പോവുകയാണ്.